എല്ലാവർക്കും ശരസ്നോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചൈനയിൽ നമ്മുടെ ലെനോവോ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും അടിപൊളി സ്പെക്സ് ഉള്ള ഒരു ഗെയിമിംഗ് ഫോൺ ലോഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ഫോണിന്റെ പേര് ലെനോവോ ലീജിയൻ പ്രോ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് വെച്ചിട്ടാണ്. കൂടാതെ ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഫുൾ അലുമിനിയം ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് ഒരു പ്രത്യേകതരം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയുടെ പൊസിഷനാണ്. അതായത് യൂഷ്വലി നമ്മുടെ പവർ ബട്ടൺ വരുന്ന ആ ഒരു റൈറ്റ് സൈഡിൽ പവർ ബട്ടൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ഫോണിൽ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പോപ്പപ്പ് ക്യാമറയാണ്. കൂടാതെ ഈ ഒരു ഫോണിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.5mm ജാക്ക് കാണില്ല. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നത് ഒരു USB പോർട്ടാണ്. അതിൻ്റെ കൂടെ ഒരു സ്പീക്കറും കാണാൻ പറ്റും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്കൊരു USB-C പോർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോണിൽ ആക്ച്വലി 2 USB പോർട്ടുകളാണ് ഉള്ളത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കാണുമ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു ഫോണിലെ ക്യാമറ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഫോണിൻ്റെ മിഡിലായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫോണിൻ്റെ മിഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. എന്നാലും ഇത് ഡിസൈൻ ആസ്പെക്റ്റിൽ ഫോണിൻ്റെ മിഡിലാണ് വെച്ചിരിക്കുന്നത്. കൂടാതെ ആ ഒരു വൈ ഷേപ്പിലിരിക്കുന്നത് നമ്മുടെ ലെനോവോ ലീജൻ്റെ ഒരു ലോഗോ ആണ്. അപ്പോൾ ആ ഒരു ലോഗോ എന്ന് പറയുന്നത് ഒരു RGB ലോഗോ ആണ്. കൂടാതെ ആ ലോഗോയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ചെറിയ ഡോട്ടായിട്ടാണ് ഈ ഒരു ഫോണിൽ ഫ്ലാഷ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എയർ ട്രിഗർ കാണാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഫിസിക്കൽ ബട്ടൺ അല്ല. അപ്പോൾ നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫയർ ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ബട്ടണായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു എയർ ട്രിഗർ ആണ്. അപ്പോൾ ആക്ച്വലി ഇത് നിങ്ങൾക്ക് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മുകളിൽ ഇങ്ങനെ കൈ വെച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബട്ടൺ പ്രസ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എയർ ട്രിഗറും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഫോൺ നിങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ 240 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കേസ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 260 ഗ്രാം വരെ. അപ്പോൾ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1/4 കിലോ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആക്ച്വലി ഗെയിമിംഗ് ഫോൺ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡെയിലി ഡ്രൈവറായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫോൺ കൊണ്ടു നടക്കാനായിട്ട്. ഈ ഒരു ഫോണിൽ വരുന്നത് ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. കൂടാതെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫോൺ ആക്ച്വലി വരുന്നത് 2 കളേഴ്സിലാണ്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ വെഞ്ചൻസ് റെഡും കൂടാതെ ഒരെണ്ണം വരുന്നത് നമ്മുടെ ബ്ലേസിംഗ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഈ 2 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫുൾ HD+ ആയിട്ടുള്ള ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ HDR10 സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം റേറ്റ് അല്ല. നിങ്ങൾക്ക് 144 ഹെർട്സിലും 90 ഹെർട്സിലും 60 ഹെർട്സിലും ഈ ഒരു സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫോൺ റൺ ചെയ്യുന്നത് ഏറ്റവും പുതിയ നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 865+ എന്ന് പറഞ്ഞ ചിപ്സെറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ നമ്മുടെ ഏതൊരു ഗെയിം വേണമെങ്കിലും അൾട്രാ സെറ്റിംഗ്സിൽ സുഖമായിട്ട് വർക്ക് ചെയ്യും. കൂടാതെ ഇപ്പോൾ PUBG പോലത്തെ ഗെയിംസ് ആക്ച്വലി ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് 144 ഹെർട്സ് വരെയും കളിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു PUBG എന്ന് പറഞ്ഞ ഗെയിം നമ്മുടെ ചൈനയിലുള്ള ആ ഒരു PUBG വേർഷനിൽ നിങ്ങൾക്ക് 144 ഹെർട്സ് വരെയും ഈ ഒരു ഫോണിൽ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. ഈ ഒരു ഫോൺ 3 RAM വേരിയന്റിലാണ് വരുന്നത്. അപ്പോൾ 8GB ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ 8GBയിലും 12GBയിലും 16GBയിലും ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു ഫോണിൽ വരുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 128GB ആണ് ബേസ് മോഡൽ. കൂടാതെ 256GBയുടെയും ഒരു 512GB മോഡലും ഈ ഒരു ഫോണിൽ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോണിന് വരുന്ന റാം എന്ന് പറയുന്നത് LPDDR5 റാം ആണ്. കൂടാതെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് യൂസ് ചെയ്ത് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതിൽ വരുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് UFS 3.1 സ്റ്റോറേജ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് സ്പീഡും റീഡ് സ്പീഡും ഉള്ളൊരു മെമ്മറിയാണ് ഈ ഒരു ഫോണിന് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ആക്ച്വലി ഇപ്പോൾ 5G ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ ഈ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ 5G ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫോൺ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ വരുവാണെങ്കിൽ ഈ ഒരു ഫോണിൽ വരുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. അപ്പോൾ നമ്മുടെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഒരു 64 മെഗാ പിക്സലിലെ നമ്മുടെ സോണി IMX686 സെൻസറാണ് വരുന്നത്. കൂടാതെ രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഒരു 16 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇനി ഇപ്പോൾ വരുന്ന ഫോണുകളിൽ പോലെ വെറുതെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും കൂടാതെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറൊക്കെ കൊടുത്ത് വെറുതെ ഈ ഒരു ഫോണിൽ ക്യാമറയുടെ എണ്ണങ്ങൾ അവർ വെറുതെ കൂട്ടിയിട്ടില്ല. എന്നാൽ പോലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 2 ക്യാമറയാണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. ഇനി പോപ്പപ്പ് ക്യാമറകൾ പലതരം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ
ആണെങ്കിലും ഇങ്ങനൊരു പോപ്പപ്പ് ക്യാമറ ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ വരുന്നത്. അതായത് ഇതിലുള്ള പോപ്പപ്പ് ക്യാമറ എന്ന് പറയുന്നത് ഫോണിൻ്റെ റൈറ്റ് സൈഡ് നമ്മുടെ പവർ ബട്ടൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് 20 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അപ്പോൾ പ്രധാനമായും ഇവർ ഫീച്ചർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ ആക്ച്വലി നിങ്ങളിപ്പോൾ ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഈ ഒരു ക്യാമറ സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ സെൽഫീസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ക്യാമറ വെച്ച് നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡിൽ സെൽഫീസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് മാത്രമേ സെൽഫീസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെറിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഉപകാരമായിരിക്കും. ഇനി അടുത്ത ഗെയിമിംഗ് ഫോണുകളിലെല്ലാം വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലുള്ള ബാറ്ററി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ബാറ്ററി ആയിരിക്കണം. കൂടാതെ ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ ബാറ്ററി ചാർജും ആവണം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഗെയിമേഴ്സ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ ആ സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ഒരു ബാറ്ററിയാണ്. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് ചാർജിങ് സപ്പോർട്ട് 90 വാട്ട് വരെയും കിട്ടും. അപ്പോൾ 90 വാട്ടിൽ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 30 മിനിറ്റിൽ 100% ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 90 വാട്ടിൻ്റെ ചാർജർ ആക്ച്വലി വരുന്നത് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ഹയർ വേരിയൻ്റ്, അതായത് 512 GB ഒരു മോഡലിലായിരിക്കും നിങ്ങൾക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ ഒരു 90 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നത്. അപ്പോൾ ലോവർ വേരിയൻറ്റില്ല നിങ്ങൾക്ക് 45 വാട്ടിൻ്റെ ചാർജർ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഫോണിൽ 5000 mAh എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡ്യുവൽ ബാറ്ററിയാണ്. അതായത് 2500 mAh രണ്ട് ബാറ്ററീസ് ആണ്. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ 2 USB പോർട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 USB പോർട്ടുകളും വഴി ഒരേ സമയത്ത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 245 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ചാർജറും യൂസ് ചെയ്ത് 90 വാട്ടിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സെക്യൂരിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ ഫേസ് അൺലോക്ക് കിട്ടുന്നതല്ല. കാരണം ഒബ്വിയസ്ലി പ്രാക്ടിക്കൽ അല്ല. ഈ ഒരു ഫോണിൻ്റെ പോപ്പപ്പ് ക്യാമറ സൈഡിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് വേണം എന്ന് പറയുന്നത് ആക്ച്വലി പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമല്ല. പക്ഷേ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കിട്ടുന്നതാണ്. അത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ക്രീൻ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ള, അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ റൂമർ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 30 ആയിരുന്നു. ഇപ്പോൾ ജൂലൈ 30 എന്തായാലും കഴിഞ്ഞു. പക്ഷേ ഈ ഒരു വർഷം തന്നെ ഈ ഫോൺ എന്തായാലും ലെനോവോ ലോഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെനോവോ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചൈനീസ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൈസ് ഏകദേശം 37,000 to 38,000 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. പക്ഷേ എന്തായാലും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഏകദേശം ഇതേ സ്പെസിഫിക്കേഷനുള്ള നമ്മുടെ റോഗ് ഫോൺ 3 പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്തായാലും 50K എബവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൈസ് ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ 40K താഴെ വരുവാണെങ്കിൽ എന്തായാലും നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും ഇതൊരു 50K അടുത്ത് തന്നെയായിരിക്കും ഇന്ത്യയിൽ റിലീസ് ചെയ്യുമ്പോൾ വരാവുന്ന ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.